വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിലെ അവസാനത്തെ ഭാഗമാണ് ഈ എപ്പിസോഡ്. ഇവിടെ ശ്ലോകം 65 മുതൽ 78 വരെയുള്ള ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. പരമപവിത്രവും പരമരഹസ്യവും പരമശ്രേഷ്ഠവുമായ ഗീതോപദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഭഗവാൻ പറയുന്നു, ഹേ അർജുന, ഈശ്വരൻ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ജീവിതമാകുന്ന യന്ത്രത്തിൽ കയറിയിട്ടുള്ള എല്ലാ ജീവാത്മാക്കളെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് തൻ്റെ മായാശക്തിയാൽ വട്ടം കറക്കുന്നു ഭഗവാൻ. ജഗത്താകുന്ന യന്ത്രത്തിൻ്റെ പ്രവർത്തകനാണ് ഈശ്വരൻ. എന്ന് വെച്ചാൽ ഈശ്വര സാന്നിധ്യത്തിലാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. ശരീരത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ ജഡമായ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. പാവകളിക്കാരൻ പാവയെ എന്ന പോലെ ഈശ്വരൻ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓരോ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നു. അതിനാൽ അർജുന, ഈശ്വരനെ തന്നെ സർവാത്മനാ ശരണം പ്രാപിക്കുക. ഞാൻ എൻ്റേത് എന്ന അഹന്ത മമതാഭാവങ്ങളെ ഇല്ലാതെയാക്കി ഹൃദയം പൂർണ്ണമായും ഈശ്വരാർപ്പണമാക്കണം. ഹൃദയം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. ശരീരമാണ് ഞാൻ എന്ന ചിന്ത കളഞ്ഞ് ഉള്ളിലെ ആത്മചൈതന്യമാണ് ഞാൻ എന്ന അറിവ് നേടി ആത്മാവിൽ സ്വയം സമർപ്പിക്കുക. ഈശ്വരന് വേണ്ടി കർമ്മങ്ങളെ ചെയ്യുക. ഇത് തന്നെയാണ് പരമശ്രേഷ്ഠവും പരമരഹസ്യവുമായ ഗീതാജ്ഞാനം. ഈ അറിവ് നേടി ഭഗവാനിൽ മനസ്സർപ്പിക്കണമെങ്കിൽ ഭഗവാൻ പറയുന്നു, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനി പ്രിയോസി മേ. അർജുന, എൻ്റെ പരമപ്രിയനായ നീ എൻ്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കി എന്നെ മനസ്സിൽ സ്മരിച്ച് എനിക്ക് വേണ്ടി സദാ കർമ്മങ്ങളെ ചെയ്യുക. ഇത് തന്നെയാണ് കർമ്മയോഗം. ഈ കർമ്മയോഗത്തിലൂടെ ധ്യാനയോഗം കൊണ്ട് ഭക്തി ജ്ഞാന യോഗങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. ഗീതയിലെ ഏറ്റവും മഹത്തായതും പ്രധാനമായതുമായ ശ്ലോകമാണ് ഇത്. ജീവിതധർമ്മങ്ങളെ നമുക്കൊരിക്കലും ത്യജിക്കാൻ സാധ്യമല്ല. ധാർമ്മികമായ കർമ്മങ്ങളെ ഫലപ്രതീക്ഷയില്ലാതെ ചെയ്യണം. എന്ന് വെച്ചാൽ ശരീരമാണ് ഞാനെന്ന അഹന്ത മമതാഭാവങ്ങളെ ത്യജിക്കണം. ആത്മാവിൽ മനോബുദ്ധികളെ സമർപ്പിച്ചുകൊണ്ട് ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്തമ മാർഗം ധ്യാനയോഗം തന്നെയാണ്. ധ്യാനയോഗത്തിലൂടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞാൽ ആധ്യാത്മിക പുരോഗതിയിൽ മുന്നേറാൻ സാധിക്കും. ഇത് തന്നെയാണ് ഗീതയിലൂടെ നമുക്ക് കിട്ടുന്ന ഫലം. ഈ ഗീതാശാസ്ത്രത്തെ ശ്രദ്ധയും നിഷ്ഠയും ഭക്തിയും ഉള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. തപസ്സിലൂടെ അല്ലെങ്കിൽ ശ്രദ്ധാഭക്തിയിലൂടെ മാത്രമേ ഗീതാജ്ഞാനം ലഭ്യമാവുകയുള്ളൂ. പരമഭക്തി ശ്രദ്ധയുള്ള ആചാര്യന്മാർ പരമഗുഹ്യമായ ഗീതാശാസ്ത്രം ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ആചാര്യന്മാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ശ്രദ്ധയില്ലാത്തവർക്ക് ഒരിക്കലും ഉപദേശിക്കരുത്. കാരണം അതവർക്ക് പ്രയോജനമുണ്ടാക്കുകയില്ല. ഗീതാശാസ്ത്രത്തെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ ക്രമേണ ഉള്ളിൽ ആത്മജ്ഞാനം തെളിഞ്ഞ ആത്മോന്നതി പ്രാപിക്കും. ഗീതാജ്ഞാനമാകുന്ന കർമ്മരഹസ്യം എന്നിൽ നിന്നും നേടിയ നീ മനസ്സിലെ മോഹങ്ങളെല്ലാം അകന്ന് വിവേകത്തോടെ ജീവിക്കുക എന്ന് അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നു. അർജുനൻ്റെ മറുപടി നമുക്ക് കേൾക്കാം. അച്യുത,
അങ്ങയുടെ വാക്കുകൾ എൻ്റെ മോഹങ്ങളെ പൂർണ്ണമായും നീക്കിക്കഴിഞ്ഞു. ഞാനിനി അങ്ങയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം എന്ന് അർജുനൻ ഉറപ്പിച്ചു പറയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഗീതയിലെ ശ്രീകൃഷ്ണൻ ഒരു വ്യക്തിയല്ല, സർവഭൂതങ്ങളിലും പ്രകാശിക്കുന്ന അന്തരാത്മാവാണ്. നാം ഓരോരുത്തരും കൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അർജുനനുമാണ്. ഈ ദിവ്യമായ ഗീതോപദേശം വ്യാസമുനിയുടെ അനുഗ്രഹത്താൽ ദിവ്യദൃഷ്ടിയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് വിവരിക്കുന്ന രീതിയിലാണ് വ്യാസമഹർഷി ഭഗവത്ഗീതയെ മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. പരമഭാഗ്യവാനായിത്തീർന്ന സഞ്ജയൻ ഭഗവാന്റെ വിശ്വരൂപം നേരിട്ട് കണ്ടും ഗീതോപദേശങ്ങൾ നേരിട്ട് കേട്ടും ഹർഷപുളകിതനായി മഹാരാജാവിനോട് പറയുന്നു: രാജൻ സംസ്മൃത്യ സംവാദമിമമദ്ഭുതം കേശവാർജുനയോ പുണ്യം കൃഷ്യാമി ച മുഹുർമുഹു യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീവിജയോ ഭൂതി ധ്രുവാനീതിർമതിർമമ. ഹേ രാജൻ, കേശവ അർജുന സംവാദം കണ്ടും കേട്ടും ഞാൻ ആനന്ദപുളകിതനാകുന്നു. രാജൻ, എവിടെയാണോ യോഗേശ്വരനായ ശ്രീകൃഷ്ണനും ധനുർധാരിയായ അർജുനനും ഒത്തുചേരുന്നത് അവിടെ വിജയശ്രീ മംഗളങ്ങൾ ഉണ്ടാകും എന്ന് തീർച്ചയാണ് എന്ന് പറഞ്ഞ സഞ്ജയൻ വാക്കുകൾ പൂർണ്ണമാക്കുന്നു. ഈ ഗീതാ ഉപദേശങ്ങളെ സ്വീകരിച്ച നാം ഓരോരുത്തരും അഹന്താമമതാഭാവങ്ങൾ ത്യജിച്ച് ആത്മജ്ഞാനം നേടാൻ ശ്രമിക്കണം. ഇത് തന്നെയാണ് ഗീതാജ്ഞാനം കൊണ്ട് നേടേണ്ട പരമഫലം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.